ഹായ് ഫ്രണ്ട്സ്, ശ്രീനിധി ബൊട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു കട്ടിംഗ് ബ്ലൗസിന്റെ കട്ടിംഗ് വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ലൈനിങ്ങിനെയും മെയിൻ തുണിയെയും തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ഇത് ലൈനിങ് ബ്ലൗസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. രണ്ട് തുണിയും ഒരുപോലെ വെച്ചുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ യോജിപ്പിച്ചു കൊടുക്കണം. ആദ്യം നെക്കിന്റെ പോർഷനിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് തുടങ്ങി ബാക്ക് പീസിനെയാണ് നമ്മളിപ്പോൾ യോജിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് തുണി ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണം നമ്മളതിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ എല്ലാ സൈഡും നമ്മൾ രണ്ട് തുണിയും തമ്മിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ബാക്ക് പീസ് നമ്മൾ ജോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും ലൈനിങ്ങും നല്ല തുണിയും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസിന് പടി വെച്ച് കൊടുക്കാം. നമ്മൾ അതിന് ആദ്യം തന്നെ ഒരു 1.5 ഇഞ്ച് വീതി വരുന്ന ഒരു തുണിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാലിഞ്ച് വീതിയിൽ കൈയൊട്ടും വിട്ട് നല്ല സൈഡില്ല, നമ്മൾ ബാക്ക് സൈഡിന്റെ നല്ല വശത്ത് പടിയെ വെച്ച് കൊടുത്തുകൊണ്ട് ഈ അറ്റം വരെ അടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതിന്റെ മുകൾ നല്ല വശത്തുകൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ വെച്ചു കൊടുത്ത പടിയെ ഉള്ളിലേക്ക് മടക്കിക്കൊണ്ട് നമ്മളൊന്ന് വലിയ കാണയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കതിനെ ലാസ്റ്റ് നമ്മൾ കൈത്തയ്യൽ ചെയ്തതിന് ശേഷം അഴിച്ചു വിടുന്നതിന് വേണ്ടിയാണ്. അത് സ്വല്പം നീക്കി അടിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ അടിച്ചു വിട്ടു കൊടുക്കേണ്ട തയ്യലാണ്. ഈ തയ്യൽ ഇടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിതിനെ കൈത്തയ്യൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലെവലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കട്ടിങ്ങിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിതിവിടെ കട്ടിങ്ങിനെ ജോയിന്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 4 പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പം ലൈനിങ് ബ്ലൗസിന് കിട്ടിയിട്ടുള്ളത്. ഇത് മെയിൻ പീസിന്റെ 2 പീസും ഇത് ലൈനിങ്ങിന്റെ 2 പീസും. നമ്മൾ നോർമൽ ബ്ലൗസ് ആണ് ചെയ്യുന്നതെങ്കിൽ 2 പീസാണ് നമുക്ക് കട്ടിങ് പീസായിട്ട് കിട്ടുന്നത്. ഞാനിവിടെ അതിന്റെ കൂടെ ഒരു 4 പീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ കട്ടിങ്ങിന്റെ താഴ്ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആദ്യമേന്ന് ഒരു പീസ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന 2 പീസിന്റെ ഓരോ പീസും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുകളിലായിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ള തുണിയുടെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. അങ്ങനെ 2 സൈഡിലും വെച്ച് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് പീസിനെ ഇതേ രീതിയിൽ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നീട് നമ്മൾ ആ 4 പീസ് എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിന്റെ ഓരോ പീസ് കൂടി
ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡും മാറിപ്പോകത്തില്ല. അല്ലെങ്കിൽ കട്ടിങ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്തെടുക്കണം. ഇനി ഇതിനെ നമുക്ക് നമ്മൾ ഹുക്ക് പടി വെക്കുന്ന ആ ഭാഗമാണിത്. അതിനെ നമുക്ക് ഒരേ രീതിയിൽ തുണിയെ എടുത്തുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 4 പീസും ഒരേപോലെ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം അടുത്ത പീസിനെ നമ്മൾ അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ചുരിദാർ കുർത്തിയും പാൻറ്റും ഒക്കെ തയ്ക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി നമുക്ക് പ്രയാസമാണ് ബ്ലൗസ് തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും കാണുക. നമ്മൾ കട്ടിങ്ങിന് രണ്ട് സൈഡിലെ കട്ടിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇത് പതിച്ചടിക്കുന്നത് നമ്മൾ ലൈനിങ്ങിന്റെ സൈഡിലേക്കാണ് പതിച്ചടിച്ചു കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് ഇതേ രീതിയിൽ ലൈനിങ്ങിന്റെ തുണി വരുന്ന ഭാഗത്തേക്ക് വെച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ രണ്ട് സൈഡിലെ കട്ടിങ്ങിനെയും പതിച്ചടിച്ച് എടുക്കണം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇനി നമുക്കിതിനെ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി മുകളിൽ കൂടി ഒന്നുകൂടെ ഒന്ന് ലെവലായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് 4 കട്ടിങ് നമ്മൾ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന തുണിയുടെ അധികത്തിൽ കിടക്കുന്ന പീസിനെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് ഫ്രണ്ട് പീസിന്റെ ഡാറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു 6 ഇഞ്ച് ഉണ്ട് ഈ ഫ്രണ്ടിന്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഭാഗം. ഇതിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.25 ഇഞ്ച് ഒന്ന് രണ്ട് സൈഡിലേക്കും അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ട് 2.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് പീസിന് നമ്മൾ മാറിപ്പോകാതെ രണ്ട് പീസിലും അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്ക് മെയിൻ ഡാട്ട് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. മെയിൻ ഡാട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് താഴെ നിന്ന് മുകളിലോട്ട് ഇടുന്നതിനെയാണ് മെയിൻ ഡാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു 4.5 ഇഞ്ചാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4.5 ഇഞ്ചിൽ നിന്നും ഈ സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച്, ഈ സൈഡിലേക്കും 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതിനെ നമുക്ക് ആൾക്കാരുടെ വണ്ണമനുസരിച്ചും ബ്രസ്റ്റിന്റെ അളവനുസരിച്ചും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെന്ററിൽ നിന്ന് നമ്മൾ ഈ 4.5 ഇഞ്ച് എടുത്ത ഈ ഭാഗത്ത് നിന്നും ഒരു 3.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ 1.5 ഇഞ്ച് വീതം രണ്ട് സൈഡിലോട്ടും അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ചരിച്ച് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേ രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ സെന്റർ ഭാഗത്തു നിന്ന് സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് നമ്മൾ ഈ രണ്ട് മാർക്ക് ചെയ്തതിന്റെയും സെന്റർ പോയിന്റിലേക്കായിട്ട് നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇതിലേക്കുള്ള അളവ് ഒരു 1.5 ഇഞ്ച് കിട്ടണം. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള അളവും
1.5 ഇഞ്ച് കിട്ടണം. അതേ രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ ഡാട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വളരെ നല്ല ശ്രദ്ധിച്ചു തന്നെ ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 2 സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഈ 4.5 ഇഞ്ച് സെന്ററിലോട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ പോയിന്റിൽ ഇതേ രീതിയിൽ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ നിന്ന് പിന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ എൻഡിലും ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലെ ടക്കിനെ ഇതേ രീതിയിൽ പിടിച്ചു കൊടുക്കണം. അതിന് നമ്മളൊരു 2 പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. 2 പോയിന്റ് ഇങ്ങോട്ട് നീക്കി അവിടെ നിന്നും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 0-യിലായിട്ട് കൊണ്ട് നിർത്തണം. ഇതേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് 3ാമത്തെ ഡാട്ടിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനെ ഇതേ രീതിയിൽ തന്നെ പിടിച്ച് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടി നമ്മൾ 2ാമത്തെ ടക്ക് ഇട്ട് കൊടുത്തതുപോലെ തന്നെ ഒരു 2 പോയിന്റ് നീക്കി ഇവിടെ നിന്ന് തുടങ്ങി സീറോ പോയിന്റ് കൊണ്ട് നിർത്തണം. ഇങ്ങനെ നമുക്ക് ഈ 2 ഫ്രണ്ട് പീസിനെ രണ്ടിനെയും ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 2 പ്രാവശ്യം തന്നെ സ്റ്റിച്ച് ചെയ്തിടാൻ മറക്കരുത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് വിട്ടുപോയാൽ പിന്നെ അത് തുണി അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് നമ്മൾ ടക്കിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ടിങ് വെച്ചു കൊടുക്കണം. അത് കട്ടിങ് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ വരുമ്പോൾ ഇതേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ. തിരിഞ്ഞു പോകരുത്. തിരിഞ്ഞു പോയാൽ ഇത് ഇങ്ങനെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം വെച്ചു കൊടുക്കാൻ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ ഹുക്കുപടി അയ്പടിയും വെക്കുന്ന ഭാഗത്തു നിന്നാണ്. ഇതേ രീതി 2 പീസിനെ, അതായത് കട്ടിങ് പീസിനെയും നമ്മുടെ ഫ്രണ്ട് പീസിനെയും ഒരേപോലെ വെച്ച് കൊടുത്ത് ഇതേ രീതിയിൽ ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് വരണം. ആദ്യമൊക്കെ കട്ടിങ്ങും നമ്മുടെ ഫ്രണ്ട് പീസും തമ്മിൽ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്തു കൊടുക്കാൻ. നമ്മുടെ ഈ 2 പീസിനെ നമ്മൾ അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കുറച്ച് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും എല്ലാം തന്നെ ഇതെല്ലാം നിങ്ങൾ കയറി കാണുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഒന്ന് മെസ്സേജ് ആയിട്ട് പറയാനും മറക്കരുത്. അപ്പം നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അതുപോലെ തന്നെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഹുക്ക് പടി വെച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഹുക്ക് പടിക്ക് വേണ്ടുന്ന തുണിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ 2ആയി മടക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്
ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിന് മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. താഴെ ഒരു 1/4 ഇഞ്ച് അധികം ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഇതിനെ കട്ടിങ് നമ്മൾ വെച്ച് കൊടുത്ത തുണിയെ ഉള്ളിലേക്ക് അകത്ത് ഒന്നുകൂടെ മടക്കിക്കൊണ്ട് ഇതേ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അയ്പടിയെ വെച്ച് കൊടുക്കാം. നമ്മൾ ഹുക്കുപടി വെച്ച് കൊടുത്തത് നല്ല വശത്ത് നിന്ന് പന്ന വശത്തോട്ടാണ് വെച്ച് കൊടുത്തത്. അയ്പടി വെക്കുന്നത് നമ്മൾ ചീത്ത വശത്ത് നിന്നും നല്ല വശത്തോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ വെച്ച് കൊടുത്ത് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ അടിച്ചെടുക്കണം. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് തുണിയെ എക്സ്ട്രാ ഇട്ടുകൊണ്ട് നമുക്ക് താഴ്ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിനെ നല്ല ഭാഗത്തോട്ട് തിരിച്ചു വെച്ചുകൊണ്ട് താഴ്ഭാഗം ഒന്ന് മടക്കി ഈ സൈഡ് ഒന്ന് മടക്കി കൊടുത്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇതിന്റെ പകുതി ഭാഗത്തിനെ ഈ തുണിയുടെ പകുതി ഭാഗം നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം. ഇതേ രീതിയിലാണ് മടക്കി കൊടുക്കേണ്ടത്. നമ്മൾ ഈ ആദ്യമേ ഈ തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന അത് ആ ഭാഗത്താണ് നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. താഴ്ഭാഗം ഒന്ന് സൈഡിൽ നിന്ന് അടിച്ച് വന്നതിന് ശേഷം ഒരു 2 സ്റ്റിച്ച് കൂടി ഇട്ട് നമുക്കതിന് നമ്മൾ ഹുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹുക്ക് ഇടുന്നതിന് വേണ്ടിയുള്ള ഹോള് ആക്കി കൊടുക്കാം. ഈ രീതിയിൽ ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം നമ്മൾ ഹുക്ക് ഹോളിനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മളിത് ചെയ്യുമ്പോൾ ഈ ഓരോ ഹോൾ ചെയ്തെടുക്കുന്നതിന്റെ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ സൂചിയെ കുത്തി നിർത്തിക്കൊണ്ട് വേണം നീക്കി കൊടുക്കാൻ. വളരെ സാവധാനത്തിൽ വേണം നമ്മൾ ഇതിനെ ചെയ്തെടുക്കാൻ. നല്ല തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതേ രീതിയിലാണ് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ റൗണ്ട് കിട്ടുന്നത് കറക്റ്റ് ആയിട്ടാണോ എന്നൊന്ന് താഴെ നിന്ന് ലെവലായിട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എത്ര റൗണ്ടിലാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ പടിയെല്ലാം വെച്ചതിന് ശേഷം ശകലം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ലെവല് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് വെട്ടി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റൗണ്ടായിട്ടുള്ള നെക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നെക്കിന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇതേ രീതിയിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കഴുത്തിന് നല്ല കറക്റ്റ് ആയിട്ട് റൗണ്ടില് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന്റെയും ബാക്ക് നെക്കിന്റെയും ഷോൾഡർ തമ്മിൽ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം ബാക്ക് പീസിനെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ ഒരു സൈഡിനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഷോൾഡർ കറക്റ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടുത്ത ഭാഗത്തിന് അതേ രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതേ രീതിയിലൊന്ന് നാലായിട്ട് ഷോൾഡർ ടു ഷോൾഡർ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കണം. ഒരേ ലെവൽ മടക്കിയിട്ട് താഴ്ഭാഗം 4 പീസിനെ ഒരേപോലെ തന്നെ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മളൊരു പിൻ കൊട്ടി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടാമത് ഈ കൈക്കുഴി ഒന്നുകൂടെ ഒന്ന് ഷോൾഡറും കൈക്കുഴിയും ഒക്കെ ഒന്നുകൂടെ ലെവൽ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന്റെ ഫ്രണ്ട് കൈക്കുഴി ലേശം കുഴിച്ച് വെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഒരു ശകലം നിൽക്കുന്നതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ക്രോസ് പീസിനെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ക്രോസ് പീസിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് നടിച്ചെടുത്താൽ മതി. അങ്ങനെ നമുക്ക് എത്ര പീസ് വേണ്ടി വരുന്നോ ഇത്രയും പീസിനെ നമ്മൾ വെച്ച് കൊടുത്ത് ജോയിന്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെയാണ് നമുക്ക് ക്രോസ് പീസിനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടുകൊണ്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് നമ്മൾ ഇതേ രീതിയിൽ അടിച്ചു വരണം. നല്ല വശത്ത് വെച്ചാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഭാഗം മനസ്സിലാകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇതിന് ക്രോസ് പീസിന്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിനെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തുണിയുടെ നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് ലൈനിങ്ങിനെ വെച്ച് കൊടുക്കണം. ഇത് 2 സ്ലീവിനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ലൈനിങ്ങും നല്ല
തുണിയും തമ്മിൽ. ഇനി നമുക്ക് തിരിച്ച് നല്ല വശത്തോട്ടിട്ടുകൊണ്ട് സ്ലീവിന്റെ ഈ തുണിയുടെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. സൈഡിൽ കൂടി വേണം നമ്മൾ ഇതിനെ പതിച്ചടിച്ചു കൊടുക്കാന്. ഉള്ളിലുള്ള ലൈനിങ് തുണി വെളിയിൽ കാണാത്ത രീതിയിൽ നന്നായിട്ട് പിടിച്ചു വെച്ച് പതിച്ചടിച്ചു കൊടുക്കണം. ഇങ്ങനെ 2 സ്ലീവിനെ നമ്മൾ പതിച്ചടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് 2 കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് ഇതേ രീതിയിൽ 2 സ്ലീവിനെ വിട്ട് കൊടുത്തതിന് ശേഷം 2 സ്ലീവിന്റെ ഉള്ളിലുള്ള ഭാഗത്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ മാത്രമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലൈനിങ്ങും തുണിയും തമ്മിൽ ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്ലീവ് ജോയിന്റ് ചെയ്യാം. നമ്മുടെ ഈ ഷോൾഡറിന്റെ സെന്റർ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് സ്ലീവിന്റെ സെന്റർ ഭാഗവും തമ്മിൽ ഇതേ രീതിയിൽ വെച്ച് കൊടുത്ത് നടുക്ക് ഭാഗത്തു നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ കൈക്കുഴി ഒഴിച്ച് വെട്ടിയിരിക്കുന്ന ഭാഗം ഫ്രണ്ടിൽ വരുന്നതിനെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനെ ഒരു സൈഡിൽ നിന്നും ഇതേ രീതിയിൽ പിടിച്ചു വെച്ച് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ വലിച്ച് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഈ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി വീണ്ടും അതിനെ തിരിച്ചു വെച്ച് ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് ഇതേ രീതിയിൽ കൊണ്ടുവരണം. ഇനി നമുക്ക് ഇതിന്റെ മറു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് സെന്റർ ഭാഗത്തായിട്ട് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ 2 സ്ലീവിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള കൈക്ക് വന്നിരിക്കുന്ന ഭാഗങ്ങൾ നമ്മളിത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് സാരിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് തുണി വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒരു തുണിയെ ജോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാലൻസ് വരുന്ന ഭാഗത്തിന് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ബ്ലൗസിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മളിത് സ്ലീവിന്റെ ഈ സെന്ററിൽ നിന്നും കറക്റ്റ് ആയിക്കിട്ട് പിടിച്ച് ഇതേ രീതിയിൽ പിടിച്ചു കൊടുക്കണം. അതിനുശേഷം 11 ഇഞ്ചാണ് നമുക്ക് സ്ലീവിന്റെ റൗണ്ട് കിട്ടേണ്ടത്. അപ്പം 11ന്റെ പകുതി 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് കൈക്കുടി ഇതേ ഒരേ ലെവലിൽ പിടിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് അതിലേക്ക് ജോയിന്റ് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് അതേപോലെ തന്നെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിനെ ജോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ 2 സൈഡും ജോയിന്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ സൈഡിൽ കൂടി 1-2 എക്സ്ട്രാ സ്റ്റിച്ച് കൂടി
ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹെമ്മിങ് ചെയ്യാനുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാനിത് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഇതാണ് നമ്മുടെ ബ്ലൗസിന്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു.